എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതികവിദ്യയുടെ വിരൽത്തുമ്പിൽ കറങ്ങുന്ന ഒരു ലോകത്താണ്. ഒരു വശത്ത് നിർമ്മിത ബുദ്ധിയും AI റോബോട്ടിക്സും നമ്മുടെ ജോലികൾ എളുപ്പമാക്കുമ്പോൾ, മറുവശത്ത് മനുഷ്യൻ സ്വന്തം ജീവിതത്തിന്റെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ട് നെട്ടോട്ടമോടുകയാണ്. ഈയൊരു പശ്ചാത്തലത്തിലാണ് ഓർഗനൈസ് യുവർ ലൈഫ് ബിഫോർ ഇറ്റ്സ് ലേറ്റ്, വളരെ വൈകുന്നതിനു മുൻപ് നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കൂ എന്ന പുസ്തകത്തിന്റെ പ്രസക്തി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ പുസ്തകം കേവലം കുറച്ച് ഉപദേശങ്ങളുടെ സമാഹാരമല്ല, മറിച്ച് ഇന്നത്തെ സമ്മർദ്ദപൂരിതമായ അന്തരീക്ഷത്തിൽ പതറിപ്പോകാതെ ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ജീവിത വഴികാട്ടിയാണ്. 1. സമയവും ശ്രദ്ധയും, ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം സമയക്രമീകരണവും ശ്രദ്ധ കേന്ദ്രീകരിക്കലുമാണ്. ടൈം മാനേജ്മെന്റ് ആൻഡ് ഫോക്കസ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ റീലുകളിലും അനാവശ്യ നോട്ടിഫിക്കേഷനുകളിലും പെട്ട് മണിക്കൂറുകൾ കളയുന്ന ഒരു തലമുറയെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കയ്യിലെ സ്മാർട്ട് ഫോണുകൾ നമ്മുടെ സമയത്തെ മാത്രമല്ല, നമ്മുടെ മാനസികാരോഗ്യത്തെയും കവർന്നെടുക്കുന്നു. നാളെ ചെയ്യാം എന്ന് കരുതി നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ കാര്യവും പിന്നീട് നമുക്ക് താങ്ങാൻ കഴിയാത്ത വലിയൊരു ഭാരമായി മുന്നിലെത്തും. ഇതുതന്നെയാണ് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ മുൻഗണനകൾ, പ്രയോറിറ്റീസ് ഇന്ന് തന്നെ നിശ്ചയിക്കുക, വൈകുന്നതിനു മുൻപ്. 2. ആധുനിക കാലത്തെ രോഗങ്ങളും മാനസിക സമ്മർദ്ദവും. അനുകാലിക സംഭവങ്ങളിലേക്ക് നോക്കിയാൽ 30കളിലും 40കളിലും ഹൃദയാഘാതവും കടുത്ത മാനസിക സമ്മർദ്ദവും സ്ട്രെസ് മൂലം ജീവൻ നഷ്ടപ്പെടുന്ന യുവാക്കളുടെ എണ്ണം ഭയപ്പെടുത്തുന്ന രീതിയിൽ കൂടുകയാണ്. IT മേഖലയിലായാലും ബിസിനസ്സിലായാലും അധ്യാപനത്തിലായാലും വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ ജോലിയും ജീവിതവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതാണ് ഇതിന് കാരണം. ജീവിതം കൃത്യമായി ഓർഗനൈസ് ചെയ്യാത്തൊരാൾക്ക് ആരോഗ്യം നിലനിർത്താൻ കഴിയില്ല. പുസ്തകം അടിവരയിട്ട് പറയുന്നതുപോലെ കൃത്യമായ ഉറക്കം, വ്യായാമം, കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കുറച്ച് സമയം എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ തയ്യാറാകണം. കരിയറിലെ വിജയം മാത്രം പോരാ, അത് ആസ്വദിക്കാൻ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ കൂടിയായിരിക്കണം നമ്മൾ. 3. സാമ്പത്തിക അച്ചടക്കം, ഫൈനാൻഷ്യൽ ഓർഗനൈസിംഗ്. സമകാലിക ലോകത്ത് സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചും ജോലി നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുമുള്ള വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കുന്നുണ്ട്. ഇത്തരമൊരു കാലഘട്ടത്തിൽ സാമ്പത്തിക അച്ചടക്കം എത്രത്തോളം പ്രധാനമാണെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വയ്ക്കുന്ന കടക്കണിയുടെ സംസ്കാരത്തിൽ നിന്നും മാറി ഭാവി മുൻകൂട്ടി കണ്ട് സമ്പാദ്യവും നിക്ഷേപങ്ങളും, SIP, ഇൻഷുറൻസ് തുടങ്ങിയവ കൃത്യമായി ഓർഗനൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. സാമ്പത്തിക സുരക്ഷിതത്വം മാനസിക സമാധാനത്തിന്റെ ആദ്യപടിയാണ്. 4. മാറ്റം നിങ്ങളിൽ നിന്ന് തുടങ്ങട്ടെ. നമ്മുടെ കുട്ടികളെയും പുതിയ തലമുറയെയും ജീവിതം ഓർഗനൈസ് ചെയ്യാൻ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അത് ശീലമാക്കണം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെയുള്ള കാര്യങ്ങളിൽ ഒരു ചെറിയ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഒരു ഡയറിയോ ടു ഡു ലിസ്റ്റോ ഉപയോഗിച്ച് നമ്മുടെ ഓരോ ദിവസത്തെയും ലക്ഷ്യങ്ങൾ ക്രമീകരിക്കാം. സുഹൃത്തുക്കളെ, കൺമുന്നിലൂടെ സമയം അതിവേഗം ഒലിച്ചുപോവുകയാണ്. സാങ്കേതികവിദ്യയുടെ അതിപ്രസരത്തിലും മത്സരബുദ്ധിയുള്ള ഈ ലോകത്തിലും നമ്മൾ സ്വയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ ജീവിതത്തെ ഇന്ന് തന്നെ ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. ഓർഗനൈസ് യുവർ ലൈഫ് ബിഫോർ ഇറ്റ്സ് ലേറ്റ് എന്ന ശീർഷകം ഒരു മുന്നറിയിപ്പാണ്. അത് നമ്മളോട് പറയുന്നതിതാണ്: ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്, വെറുതെ ഓടിത്തീർക്കാനുള്ളതല്ല. വൈകിപ്പോയി എന്നോർത്ത് നാളെ സങ്കടപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിലെടുക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിലെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ഏവർക്കും സാധിക്കട്ടെയെന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.